കേരളം മുഴുവനും സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര വരാൻ പോവുകയാണ്. അതിൽ എത്ര സന്യാസിമാർക്ക് മുഴുവൻ സമയം നിൽക്കാൻ പറ്റും? അതാത് ജില്ലകളിൽ ഈ യാത്ര വരുമ്പോൾ അതിൻ്റെ കൂടെ പ്രവർത്തിക്കാം. അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാം, സഹായിക്കാം. ഈ വക കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും കടമയായി കണക്ക് കൂട്ടിക്കൊണ്ട് ഇതുവരെ കേരളത്തിൽ അത്തരത്തിലൊരു യാത്ര നടന്നതായിട്ട് ഇല്ല. സന്യാസി ശ്രേഷ്ഠന്മാർ മാത്രം നയിക്കുന്ന ഒരു ധർമ്മ സന്ദേശയാത്ര. അതിൽ നമ്മുടെ ശിഷ്യന്മാരായിട്ടുള്ള എല്ലാവരും മുഖ്യ പങ്കാളികളായിരിക്കണം. അതാത് ജില്ലകളും ഒരു ജില്ലയിൽ ഒരു ദിവസം എന്ന കണക്കിലാണ് അതിൻ്റെ യാത്ര. 7-ാം തീയതി മുതൽ കാസർഗോഡ് മധുർ ഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുക. 6-ാം തീയതി അതിൻ്റെ ദീപസ്വീകരണം മറ്റു ചടങ്ങുകളെല്ലാം ഉണ്ട്. 5-ാം തീയതി മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. പക്ഷെ 6-ാം തീയതി സ്വീകരിച്ചെത്തിച്ച് 7-ാം തീയതി മുതലാണ് ആരംഭം. 21-ാം തീയതി യാത്ര സമാപിക്കും. അത് കഴിഞ്ഞ് 21 തീരുമാനം. ഒരു ദിവസം വിശ്രമമുണ്ട്. അത് കഴിഞ്ഞൊരു സന്യാസി സംഗമമുണ്ട്. അത് തിരുവനന്തപുരത്ത് വെച്ചാണ്. അപ്പോൾ ഈ ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും പ്രത്യേകം അഡ്ജസ്റ്റ് ചെയ്യുക.